ഹലോ ഗൈസ്, വെൽക്കം ടു ആർക്യൂഷൻ ടൈം. സോ ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ നോക്കാൻ പോകുന്നത് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക ഫോർ ബ്രേവ് ന്യൂ വേൾഡിൻ്റെ ട്രെയിലർ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും കണ്ടുവന്ന് വിചാരിച്ചിരിക്കുന്നു. ആക്ച്വലി അതിന് മുമ്പേ തന്നെ നമ്മുടെ അകത്തേൻ്റെ ട്രെയിലർ വന്നത്. സോ അത് വന്നു കഴിഞ്ഞപ്പോൾ ഇപ്പം ക്യാപ്റ്റൻ്റെ ട്രെയിലർ വന്ന്. അപ്പോൾ ട്രെയിലർ എങ്ങനെയുണ്ട്, സോ നമുക്ക് മൂവിയിൽ എന്തൊക്കെ പ്രതീക്ഷിക്കാം, അതൊക്കെയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൂടെ നോക്കാൻ പോകുന്നത്. സോ നേരെ വീഡിയോട്ട് എടുക്കാം. സോ ട്രെയിലറിൻ്റെ ഓപ്പണിംഗ് സീനിൽ തന്നെ നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക, അതായത് ഇപ്പം ക്യാപ്റ്റനായിട്ടുള്ള സാം ആണ്. സോ സാം ഒന്ന് വൈറ്റ് ഹൗസിൽ പോകണം നമുക്ക് കാണാൻ പറ്റും, പ്രസിഡൻറ്റിനെ കാണാൻ വേണ്ടി. സോ പ്രസിഡൻ്റായിട്ട് ആ സമയം ഓഫ്കോഴ്സ് നമ്മുടെ തണ്ടർ ബോൾട്ട് റോസ് ആണ് ഉള്ളത്. അപ്പം ഇദ്ദേഹം എങ്ങനെയാണ് പ്രസിഡൻ്റ് ആയതെന്നൊക്കെ നമുക്ക് എന്തായാലും ഈ മൂവിയിൽ കാണാൻ പറ്റും. ആൻഡ് ഈ മൂവിയിൽ വന്ന് പ്രധാനപ്പെട്ട ഒരു ക്യാരക്ടർ തന്നെയായിരിക്കും ഈ തണ്ടർ ബോൾട്ട് റോസ് എന്ന് നമുക്കറിയാൻ പറ്റുന്നുണ്ട്. ആൻഡ് ഈ ഒരു മൂവിയിൽ വന്ന് മെയിനായിട്ട് നമ്മുടെ ഈ ഒരു തണ്ടർ ബോൾട്ട് റോസായിട്ട് അഭിനയിക്കുന്നത് ഹാരിസൺ ഫോർഡാണ്. സോ ഇതിനു മുമ്പേ തണ്ടർ ബോൾട്ട് റോസായിട്ട് വേറൊരു ആക്ടറാണ് അഭിനയിച്ചത്. ബട്ട് ആ ഒരു ആക്ടർ മരിച്ചുപോയി. അതുകൊണ്ടാണ് ഇപ്പോൾ റീകാസ്റ്റ് ചെയ്ത് നമ്മുടെ ഹാരിസൺ ഫോർഡിനാക്കിയിട്ടുള്ളത്. അപ്പോൾ സാമിനെ നോക്കി നമ്മുടെ തണ്ടർ ബോട്ടാണെങ്കിൽ ഒരു ഡയലോഗ് പറയുന്നുണ്ട്. അതായത് ഇതിനു മുമ്പ് നമ്മൾ ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടില്ല, ഇനി തൊട്ട് നമുക്ക് ഒരുമിച്ച് വർക്ക് ചെയ്യാമെന്ന് പറയുന്നുണ്ട്. ആൻഡ് ഇവിടെ നമ്മുടെ ഈ ഒരു തണ്ടർ ബോട്ടിന് ഒരു പ്ലാൻ ഉണ്ട്. ആക്ച്വലി നമ്മുടെ ക്യാപ്റ്റനെ വന്ന് ഈ ഒരു മിലിറ്ററിയിൽ ഒഫീഷ്യൽ ആക്കാനാണ് പുള്ളി നോക്കുന്നത്. അതായത് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ക്യാപ്റ്റൻ അമേരിക്ക ജോലി ചെയ്യണമെന്നാണ് തോന്നുന്നത്. ബട്ട് സാമിൻ്റെ സമ്മതിക്കുമെന്ന് തോന്നുന്നില്ല. കാരണം നമുക്കറിയാം സ്റ്റീവ് റോജേഴ്സിൻ്റെ ക്യാപ്റ്റൻ അമേരിക്ക ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഒരിക്കലും ജോലി ചെയ്യില്ല. അതിൻ്റെ പേരിലാണ് സിവിൽ വാറൊക്കെ നടന്നത്. അപ്പോൾ സാം ഇവിടെ എന്താണ് ചെയ്യാൻ പോകുന്നത് നമുക്ക് അറിഞ്ഞൂടാ. പുള്ളി വന്ന് ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വർക്ക് ചെയ്യുമോ എന്താണെന്ന് നമുക്ക് അറിഞ്ഞൂടാ. എനിക്കെന്തോ ട്രെയിലർ കണ്ടിട്ട് പുള്ളി എന്തോ വർക്ക് ചെയ്യുമെന്നാണ് തോന്നുന്നത്. കാരണം ട്രെയിലറിൽ തന്നെ നമുക്ക് ഈ ഒരു പ്രസിഡൻറ്റിൻ്റെ കൂടെ ആയിട്ട് നമ്മുടെ സാം നിൽക്കണ കാണാൻ പറ്റും. സോ എന്തോ പറഞ്ഞ് നമ്മുടെ സാമിൻ്റെ ക്യാപ്റ്റനെ തണ്ടർ ബോൾട്ട് റോസ് കൺവിൻസ് ചെയ്തിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. പിന്നെ വേറൊരു സീനാണെങ്കിൽ നമ്മുടെ സാമിൻ്റെ ആ ക്യാപ്റ്റൻ വന്ന് ഏതോ ഒരു സീക്രട്ട് ആയിട്ടുള്ള ഒരു പ്ലേസിലേക്ക് നമുക്ക് പോണത് കാണാൻ പറ്റും. ചിലപ്പോൾ ഇവിടെ വെച്ചായിരിക്കും ഹൾക്കിൻ്റെ സീറോ ഒക്കെ ക്രിയേറ്റ് ചെയ്തെന്നാണ് തോന്നുന്നത്. ആൻഡ് മറ്റൊരു സീനിൽ ഈ കടലിലാണെങ്കിൽ ഒരുപാട് ഷിപ്സൊക്കെ കിടന്ന് ഫൈറ്റൊക്കെ ചെയ്യാൻ നമുക്ക് കാണാൻ പറ്റും. അതായത് കടലിൽ കിടന്ന് നിറയെ ഫൈറ്റ് നമുക്ക് കാണാൻ പറ്റും. ആൻഡ് ആ കടലിൻ്റെ അവിടെ ആയിട്ട് ഒരു വലിയൊരു മല പോലെയൊരു സംഭവമുള്ള നമുക്ക് കാണാൻ പറ്റും. അത് വേറെ ഒന്നുമല്ല, നമ്മൾ ഇറ്റേണൽസ് മൂവിയിൽ കണ്ട ടിയാമറ്റ് എന്ന സെലസ്റ്റിയലാണ് അത്. അതായത് ഈ ഒരു മൂവിയിൽ വന്ന് ഈ ഒരു ടിയാമറ്റ് സെലസ്റ്റിയലിൻ്റെ ആ ഒരു ബോഡി അവിടെ ഉണ്ടല്ലോ കടലിൽ. അപ്പോൾ ആ ഒരു ബോഡിയിലാണ് സംഭവം ഈ ഒരു അഡമേൻറ്റിയം എന്നാണ് പറയുന്നത്. അപ്പം അത് ആരെടുക്കും എന്ന് പറഞ്ഞാണ് ഫൈറ്റ്. അതായത് ഓരോരോ കൺട്രീസായിട്ട് അവിടെ വന്ന് ഫൈറ്റ് ചെയ്യാൻ പോവുകയാണ്. അമേരിക്ക, ചൈന, അങ്ങനെ ഓരോ കൺട്രി ആയിട്ട് അവിടെ തന്നെ ഫൈറ്റ് ചെയ്യാണ്. അപ്പം ആരാണോ അത് എടുക്കുന്നത്, അതായത് അഡമേൻറ്റ് എടുക്കുമോ ആ കൺട്രി സ്ട്രോങ് ആവും. അപ്പോൾ അതിന് വേണ്ടിയാണ് ഫൈറ്റ് എടുക്കുന്നത്. സോ എനിക്കെന്തോ അമേരിക്ക തന്നെ ആയിരിക്കും മിക്കവാറും അത് എടുക്കാൻ പോകുന്നത്. കാരണം ട്രെയിലറിൽ തന്നെ നമ്മുടെ സാം ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ കാണാൻ പറ്റും അമേരിക്കയ്ക്ക്. അപ്പം ഒരു വലിയ ഫൈറ്റ് ഉണ്ടാവും. സോ ആരാണ് ആ ഒരു അഡമേൻറ്റ് എടുക്കാൻ പോകുന്നത് എന്നുള്ളൊരു ഫൈറ്റ് ആയിരിക്കും. പിന്നെ വേറൊരു സീനിലാണെങ്കിൽ നമ്മുടെ ഗെയിൻകാരോ എസ്പെസിത്തോയുടെ ക്യാരക്ടർ നമുക്ക് കാണാൻ പറ്റും. പുള്ളി വന്ന് ഫൈറ്റൊക്കെ ചെയ്യാനായിട്ട് കാണാൻ പറ്റും. ആക്ച്വലി എനിക്ക് ഇദ്ദേഹം ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ള ആക്ടറാണ്. ബ്ലാക്കും ബാഡിലൊക്കെ പുള്ളിയുടെ പെർഫോമൻസ് ഒക്കെ പൊളിയായിരുന്നു. അപ്പം ഇദ്ദേഹത്തിൻ്റെ ക്യാരക്ടറും ഈ മൂവിയിലുണ്ട്. അതിൻ്റെ അടുത്തൊരു സീനിലാണെങ്കിൽ നമ്മുടെ തണ്ടർ ബോൾട്ട് റോസ് ആണെങ്കിൽ ഒരു വലിയൊരു മീറ്റിംഗ് വെക്കണം നമുക്ക് കാണാൻ പറ്റും. അല്ലെങ്കിൽ ഒരു ഗ്ലോബൽ മീറ്റിംഗ് നടക്കുന്ന കാണാൻ പറ്റുമോ. എന്നാൽ ആ ഒരു സമയമാണെങ്കിൽ നമ്മൾ ഇസ്രായേലിൻ്റെ ക്യാരക്ടർ ഇല്ലേ, അതായത് നമ്മൾ വിൻ്റർ സോൾജറിൽ കണ്ട ഒരു സൂപ്പർ സോൾജർ. അപ്പോൾ അദ്ദേഹമാണെങ്കിൽ തണ്ടർ ബോൾട്ടിനെ ഷൂട്ട് ചെയ്യാനായിട്ട് നമുക്ക് കാണാൻ പറ്റും. സോ ഇദ്ദേഹം എന്തിനാണ് തണ്ടർ ബോൾട്ടിനെ ഷൂട്ട് ചെയ്തതെന്ന് അറിഞ്ഞുകൂടാ. ബട്ട് ആരോ ഇദ്ദേഹത്തിനെ എന്തൊക്കെ പറഞ്ഞ് മാനിപ്പുലേറ്റ് ചെയ്ത് ഷൂട്ട് ചെയ്യിപ്പിച്ചതാണ്. ആക്ച്വലി ഈ മൂവിയിൽ മെയിൻ വില്ലനായിട്ട് വരാൻ പോകുന്ന ക്യാരക്ടറാണെന്ന് വെച്ചാൽ നിങ്ങളിപ്പം കാണുന്ന ഈ കഥാപാത്രമാണ്. ഇദ്ദേഹത്തിന് കാണുമ്പോൾ പറയാൻ പറ്റും ഇദ്ദേഹം സ്കിന്നൊക്കെ ഗ്രീൻ കളറായിട്ടാണ് ഉള്ളത്. സോ ഇദ്ദേഹം വന്ന് ലീഡർ എന്നൊരു വില്ലൻ ക്യാരക്ടറാണ്. ഹൾക്കിൻ്റെ ഒരു വൺ ഓഫ് ദ വില്ലനാണ്. അപ്പോൾ ഇദ്ദേഹമാണ് ഈ ഒരു മൂവിയിൽ മെയിൻ വില്ലനായിട്ട് പറയാൻ പോകണം. അപ്പോൾ ലീഡർ എന്ന ക്യാരക്ടർ നല്ലൊരു ഇൻക്രെഡിബിൾ ഹൾക്കിൽ കാണിച്ചിട്ടുണ്ടാകും. ഹൾക്കിൻ്റെ ബ്ലഡ് തലയിൽ വീണ് തല വലുതാവാനായിട്ട് കാണിച്ചിട്ടുണ്ടാകും. പിന്നീട് ആ ക്യാരക്ടറിനെ ഒരിടത്ത് കാണിച്ചിട്ടില്ല. അപ്പോൾ പുള്ളി റിട്ടേൺ ആയിട്ടുണ്ട്. സോ എന്തോ ഒരു വലിയ പ്ലാൻ ആയിട്ടാണ് വന്നിട്ടുള്ളത്. പുള്ളിയാണ് എല്ലാവരും മാനിപ്പുലേറ്റ് ചെയ്യുന്നതെന്നാണ് തോന്നുന്നത്. ആൻഡ് വേറൊരു സീനിലാണെങ്കിൽ നമ്മുടെ തണ്ടർ ബോൾട്ട് റോസ് ആണെങ്കിൽ സാമിനെ നോക്കി നീ വന്ന് ക്യാപ്റ്റൻ അമേരിക്ക അയക്കാം, പക്ഷേ നീ സ്റ്റീവ് റോജേഴ്സ് അല്ല എന്നുള്ളൊരു കാര്യം പറയുന്നുണ്ട്. സോ ഈ ഒരു മൂവിയിൽ എനിക്ക് തോന്നുന്നത് ഒരു ഘട്ടം കഴിയുമ്പോഴേക്കും നമ്മുടെ തണ്ടർ ബോൾട്ട്സിന് എതിരായിട്ട് മാറുമെന്നാണ് തോന്നുന്നത് നമ്മുടെ സാമിൻ്റെ ക്യാപ്റ്റൻ. സോ അതെന്താണെന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം. ആൻഡ് വേറെ ചില ഫൈറ്റ് സീനും നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ സാമിൻ്റെ ക്യാപ്റ്റൻ ആണെങ്കിൽ നിറയെ ക്യാരക്ടേഴ്സിൻ്റെ കൂടെ ഫൈറ്റ് ചെയ്യാൻ സൂട്ടിട്ട് ഫൈറ്റുള്ള കാണാൻ പറ്റും. സൂട്ടില്ലാതെ നോർമൽ ഉടുപ്പിട്ട് ഫൈറ്റ് ചെയ്യാനൊക്കെ നമുക്ക് കാണാൻ പറ്റും. സാം കുറച്ചും കൂടെ സ്ട്രോങ് ആയിട്ടാണ് എനിക്ക് തോന്നുന്നത്. അതിൻ്റെ ഫൈറ്റിംഗ് സ്കിൽസൊക്കെ കുറച്ചും കൂടെ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്. ഇനി സൂപ്പർ സോൾജർ സീറം വല്ല എടുക്കുമോ എന്തോ വെയിറ്റ് ചെയ്ത് നോക്കാം. ആൻഡ് ഫൈനലി ഈ ട്രെയിലറിൽ നമുക്ക് കാണാൻ പറ്റിയ സീനാണ് നമ്മുടെ റെഡ് ഹൾക്കിൻ്റെ സീൻ. അതായത് റെഡ് ഹൾക്ക് വേഴ്സസ് നമ്മുടെ ക്യാപ്റ്റൻ അമേരിക്ക. സോ റെഡ് ഹൾക്ക് ആരെന്ന് പിടിയിട്ടിട്ടുണ്ടാവില്ല. നമ്മുടെ തണ്ടർ ബോൾട്ട് റോസ് തന്നെയാണ് റെഡ് ഹൾക്കായിട്ട് മാറുന്നത്. അപ്പം ഈ ഒരു ഫൈറ്റ് സീൻ ഉറപ്പായിട്ട് സൂപ്പർ ആയിരിക്കും എന്നാണ് തോന്നുന്നത്. റെഡ് ഹൾക്കിൻ്റെ ലുക്കൊക്കെ കാണാൻ കൊള്ളാം.
എന്താ പറയുക നന്നായിട്ടുണ്ട്. സോ ഉള്ള ഹൾക്കിനെ നേരെ കാണിക്കണില്ല, പിന്നെയാണ് റെഡ് ഹൾക്കിനെ ചോദിക്കുമ്പോഴാണുള്ളത്. ആൻഡ് ഈ മൂവിലാണ് നമുക്കൊരു ഘട്ടത്തിലൊരു ഫ്യൂണറൽ സീന് കാണാൻ പറ്റുന്നുണ്ട്. സോ ഏതോ ഒരു വലിയൊരാൾ മരിച്ചിട്ടുണ്ട്. ചിലപ്പോൾ അത് തണ്ടർബോൾട്ട് റോസ് ആവാൻ സാധ്യതയുണ്ട്. കാരണം പുള്ളി പ്രസിഡൻ്റാണ്, നിറയെ പേര് കൊല്ലാൻ നോക്കും. ചിലപ്പം തണ്ടർബോൾട്ട് റോസിനെ ആരെങ്കിലും കൊന്നിട്ടുണ്ടാവും. സോ ആ ഒരു സമയമൊക്കെ പുള്ളി റെഡ് ഹൾക്കായിട്ട് മാറിയതെന്നാണ് തോന്നുന്നത്. കാരണം ആൾറെഡി തണ്ടർബോൾട്ട് റോസ് ആണെങ്കിൽ നിറയെ സീറംസ് പുള്ളിയുടെ ബോഡിയിൽ ഇഞ്ചക്ട് ചെയ്തിട്ടുണ്ട്. ബട്ട് അതൊന്നും വർക്കായിട്ടില്ലെന്നാണ് തോന്നുന്നത്. അപ്പോൾ പുള്ളി മരിക്കുന്ന ആ സമയത്തായിരിക്കണം, അതായത് ഈ ഫ്യൂണറൽ സീനിൻ്റെ സമയത്തായിരിക്കും പുള്ളി റെഡ് ഹൾക്കായിട്ട് മാറിയതെന്നാണ് തോന്നുന്നത്. ആൻഡ് ഇത് മിക്കവാറും ഓഫ് കോഴ്സ് ക്ലൈമാക്സ് തന്നെയായിരിക്കും. സോ ഇവിടെ ആയിരിക്കും ക്യാപ്റ്റൻ വേഴ്സസ് റെഡ് ഹൾക്ക് ഫൈറ്റ് എടുക്കാൻ പോണേ. സോ ഫൈറ്റ് നോക്കുമ്പോൾ ഉറപ്പായിട്ട് റെഡ് ഹൾക്കാണ് ജയിക്കുന്നത്. സോ ഇനി അഥവാ ക്യാപ്റ്റൻ ജയിക്കാനായിട്ട് കാണിച്ചാൽ റെഡ് ഹൾക്കിന് ശോകമായിട്ട് കാണിച്ചെന്ന് പറയാൻ പറ്റൂ. ചിലപ്പോൾ ഈ മൂവിൽ ഹൾക്ക് വരാൻ സാധ്യതയുണ്ട്. കാരണം ഉറപ്പായിട്ട് ക്യാപ്റ്റനെ കൊണ്ട് റെഡ് ഹൾക്കിനെ തോൽപ്പിക്കാനൊന്നും പറ്റൂല. സോ മിക്കവാറും ഹൾക്ക് വരാൻ ചാൻസസ് ഉണ്ട്. സോ ഹൾക്കും ശോകമാണ്, എന്താവുമെന്ന് അറിഞ്ഞുകൂടാ, വെയിറ്റ് ചെയ്ത് നോക്കാം. അപ്പം ട്രെയിലർ എങ്ങനെയുണ്ട്? സോ നിങ്ങൾ അഭിപ്രായങ്ങൾ കമൻറ്റ് പറഞ്ഞേക്കുക. പ്രത്യേകിച്ച് റെഡ് ഹൾക്കിനെ കണ്ടപ്പോൾ എന്താണ് തോന്നിയെന്നൊക്കെ കമൻറ്റ് പറഞ്ഞേക്കുക. കൂടാതെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ചാനൽ ആദ്യമായിട്ടാണ് കാണിക്കുക മറക്കാതെ സബ്സ്ക്രൈബും കൂടി ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് യു ഗൈസ്.